ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കാമെന്ന് അരുളി ചെയ്ത യേശു രക്ഷകൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ലോകത്തിൽ അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുവിന് വേണ്ടി ഞാൻ ജീവിച്ചാൽ എനിക്ക് എന്ത് ലഭിക്കും എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അനേകർ ജീവിക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ലഭ്യമാകും എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയുകയില്ലാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ നാം ഇവിടെ വായിപ്പാനിടയായി തീർന്നത്, നാം യേശുവിൻ്റെ പിൻപേ ഗമിപ്പാനിറങ്ങിത്തിരിച്ചാൽ നമുക്കെന്ത് ലഭിക്കും? ഈ ലോകത്തിൽ വിശ്വസ്തയോടുകൂടി യേശുവിൻ്റെ പിൻപേ ഇറങ്ങിത്തിരിച്ച് അനേകർ കഷ്ടങ്ങളുടെ നടുവിലൂടെ, പ്രതികൂലങ്ങളുടെ നടുവിലൂടെ, ആപത്തുകളുടെ നടുവിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രതിസന്ധികളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിത പടകിൽ ആഞ്ഞടിക്കപ്പെട്ടാലും ഇങ്ങനെ കാണുന്നു, ഒരു നാളും കൈവിടാത്ത ഒരു ദൈവം. ഇവിടെ നാം വായിച്ചത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അവനിൽ സംഭവിക്കുന്ന പ്രത്യേകത, നാം ക്രിസ്തുവിൽ വസിപ്പാൻ ആരംഭിച്ചാൽ നമ്മളുടേതാകുന്ന പരിമിതികളോ ബലഹീനതകളോ എന്നതിനേക്കാൾ ഉപരിയായി നമ്മളുടെ കുറവുകൾ പോക്കി നമ്മളിൽ വസിപ്പാൻ തയ്യാറുള്ളവനാണ് യേശു എന്ന ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വിശേഷാൽ യേശു ലോകത്തിലായിരുന്ന കാലയളവിൽ സക്കായി എന്നൊരു മനുഷ്യൻ യേശുവിൻ്റെ പിന്നാലെ ചെന്നു യേശുവിനെ ഒളിച്ച് അത്തിയുടെ മുകളിൽ കയറിയിരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ലോകപ്രകാരം ഈ പാപിയായ മനുഷ്യനോട് യാതൊരു തരത്തിലും സഹകരിപ്പാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി അല്ലായിരുന്നു യേശുവിൻ്റേത്. എന്നാൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു, യേശു അത്തിയുടെ കീഴിൽ ചെന്നിട്ട് സക്കായിയെ എന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ താമസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്നവർ, പരീശന്മാർ, ശാസ്ത്രിമാർ ഒക്കെ അതിനെ ചോദ്യം ചെയ്തു എന്ന് വന്നേക്കാം. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരുവൻ ക്രിസ്തുവിനെ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവനിൽ വസിപ്പാൻ തൽപരനാണ് നമ്മുടെ ദൈവം എന്ന് നാം മറന്നു പോകരുത്. മാത്രമല്ല, ഒരുവൻ ക്രിസ്തുവിൽ വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവന് അറിഞ്ഞിരിക്കേണ്ടുന്ന വ്യക്തമായൊരു ധാരണ എന്തെന്ന് ചോദിച്ചാൽ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ ക്രിസ്തുവിൽ വസിക്കാത്ത ഒരുവനും ജീവിതത്തിൽ നിലനിൽപ്പില്ല. ഒരുപക്ഷെ ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ താൽക്കാലികതയുടെ പിന്നിലൂടെ അനേകർ ഓടി ഒളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. താൽക്കാലികതയ്ക്കായി, ക്ഷണികതയ്ക്കായി മനുഷ്യൻ ഓടി അധ്വാനിച്ച് കഷ്ടപ്പെടുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നെങ്കിൽ വ്യക്തമായി അറിഞ്ഞിരിക്കുക, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുന്നില്ലെങ്കിൽ അവന് സ്വന്തമായി ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ക്രിസ്തുവിൽ വസിച്ചാൽ അവൻ നമ്മളിലും വസിപ്പാൻ തയ്യാറാകും. 2 അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന, ഒരുവൻ ക്രിസ്തുവിൽ വസിച്ചാൽ നിന്റെ പാപങ്ങൾ മോചിക്കപ്പെടും. ആർക്കും മോചിക്കുവാൻ കഴിയാത്ത പാപങ്ങളെ മോചിക്കുവാൻ കഴിവുള്ള ഒരു വലിയവനാകുന്ന ദൈവം. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അതേ, നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ മറച്ച് നമ്മളെ മക്കളാക്കി അവകാശികളാക്കി തീർത്തല്ലോ. 3-ാമതായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരുവൻ ക്രിസ്തുവിൻ്റെ പിൻപാലെ ഇറങ്ങിത്തിരിപ്പാൻ തയ്യാറായാൽ അവനിൽ
മനസ്സാക്ഷിയിലുള്ള സമാധാനം ലഭ്യമാകുന്നു. കാരണം യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പോൾ ദൈവിക സമാധാനം ദൈവം നമ്മളുടെ മേൽ നൽകി തരുന്നു. നാലാമതായി, ഒരുവൻ ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള പാപമോചനത്തിൻ്റെ ശക്തി നമുക്ക് പാപങ്ങളെ ശാസിക്കുവാൻ, രോഗങ്ങളുടെ മേൽ ജയം പ്രാപിപ്പാൻ, അന്യായമായ ശത്രുവിൻ്റെ പീഡകളുടെ മേലും പ്രതികാരങ്ങളുടെ മേലും ജയം പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗസ്ഥനാകുന്ന ദൈവം നമ്മെ സഹായിപ്പാനിടയായിത്തീരും. ഇങ്ങനെ ദൈവത്തിൽ കാണുന്നു, ഞാൻ നിങ്ങളുടെ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പിന്നെയും ആറാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരുവൻ ക്രിസ്തുവിൽ വസിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. മാത്രമല്ല, പുതിയ നിയമവിശ്വാസിക്ക് നിത്യജീവൻ അനുസാരമായി ജീവിക്കുവാൻ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വഴി ഇന്നതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിന്നെയും അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ യു വിൽ ബിക്കം ദ സൺ ഓഫ് ഗോഡ്. ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോയാൽ അവൻ ദൈവമകൻ ആകും എന്നുള്ള അവകാശം അവന് കൊടുക്കുക. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിപ്പീൻ എന്ന് ദൈവവചനം പറയുമ്പോൾ, അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാൻ അവകാശം കൊടുത്തു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. അപ്പോൾ നാം ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ പലതും നമുക്ക് അനുകൂലമല്ലെന്ന് വന്നേക്കാം, അനേകരും കണ്ടും കാണാതെയും പോയി എന്ന് വന്നേക്കാം. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആർക്കും തരാൻ കഴിയാത്തത്, ലോകത്തിൽ ഒരു മനുഷ്യനും അംഗീകരിപ്പാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെയും കരത്തിലില്ലാത്ത ഒരു പ്രത്യേക കാര്യം എന്താ? യു വിൽ ബിക്കം ദ സൺ ഓഫ് ഗാഡ്. ദൈവമകൻ എന്നുള്ള പേർ വിളിക്കപ്പെടും. ആയതിനാൽ ഈ ലോകവും അതിലുള്ളതൊക്കെയും ഒഴിഞ്ഞു പോകുമ്പോഴും ദൈവമകളായി ജീവിപ്പാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ വ്യക്തതയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ ജീവിപ്പാൻ ആരെങ്കിലും തയ്യാറാകുമെങ്കിൽ, അല്ലയോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൻ്റെ പിന്മാലെ ഇറങ്ങി തിരിച്ചാൽ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഒരു പാട്ടിൻ്റെ ഒരു പല്ലവി ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. പിന്നെ അവിടെ നമുക്കിങ്ങനെ ആശയം കാണുവാൻ കഴിയുന്നു, അവനിൽ ശരണപ്പെട്ട ആരും ഒരു നാളും അന്യരായി പോകത്തില്ല. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം അന്യരായി പോകുക എന്നതിനേക്കാൾ ഉപരിയായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായി നമ്മളെ കീഴ്പ്പെടുത്തുവാൻ നിൽക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ മേലും വിശ്വാസത്തിൽ ജയം പ്രാപിപ്പാൻ സർവശക്തനാകുന്ന യേശുവിൻ്റെ ആത്മാവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ ജനത്തിനായി സ്തോത്രം. സ്വർഗത്തിലും ഭൂമിക്കും എന്നേക്കും സ്ഥിരമാകപ്പെട്ട ദൈവവചനത്തിൻ്റെ ശക്തി ഞാൻ ഈ പറയുന്ന നിമിഷം തന്നെ നിൻ്റെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കണമേ. ആരെങ്കിലും രോഗികളായി, ബുദ്ധിമുട്ടനുഭവിക്കുന്നവരായി, ഭാരമുള്ളവരായി ഇന്നെന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ജനത്തോട് ഇടപെടണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യവും ആരോഗ്യവും നന്മയും വിടുതലും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവകാശപ്പെടുന്നു. സ്വർഗം അനുസരിക്കണം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.